യേശുവിനെ അറിയുന്നവർ, യേശുവിനെ അനുഭവിച്ചവർ 4 കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് യേശു തന്നെ പറയുന്നത്. ഒന്നാമതായിട്ട് അവൻ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നു, ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും ദൈവിക സ്വരം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവൻ യേശുവിനെ അനുഗമിക്കുന്നു. അവൻ്റെ വഴി വേറെ ഒന്നുമല്ല, മനുഷ്യരുടെ വഴികളൊന്നുമല്ല, കൂടെ നടക്കാൻ അവന് സാധിക്കുന്നു. മൂന്നാമതായിട്ട് അവന് നിത്യജീവൻ ലഭിക്കുന്നു, പ്രതീക്ഷയുള്ള വ്യക്തിയായിട്ട് മാറുന്നു. ഏത് കാര്യത്തിലും പ്രതീക്ഷയോട് മുന്നോട്ട് പോകാൻ, പ്രതീക്ഷയോട് ജീവിക്കാൻ, മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകാൻ ആ മുഖത്തൊരു പ്രസന്നത ഏത് സമയത്തുണ്ടാകും. ഒരിക്കലും നിരാശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയല്ല. എന്ത് വരുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നൊരു നിത്യജീവൻ, ആ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ. നാലാമതായിട്ട് അവൻ നശിച്ചു പോകുകയില്ല. ഏത് വേദനയിലും, ഏത് രോഗാവസ്ഥയിലും, ഏത് തളർച്ചയിലും അവരൊക്കെ കടന്നു പോകേണ്ടി വരും, പക്ഷേ ഒരിക്കലും നശിച്ചു പോകുകയില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ നിരവധി ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വന്നെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ അവനെ കരം പിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ ദൂതൻ അവരെ സ്നേഹിക്കുന്നവന്റെ കരം പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ദൈവത്തെ അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ 4 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവത്തിൻ്റെ സ്വരമാണോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമാണോ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രാർത്ഥിക്കാം.